നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിയമസഭ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്തേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ബീഹാറിൽ ചടുല രാഷ്ട്രീയ നീക്കങ്ങൾ. ജനതാദളിനെ ഒഴിവാക്കി ഭൂരിപക്ഷം തികയ്ക്കാൻ കഴിയുമോ എന്ന കണക്കുകൂട്ടലിലാണ് RJD നേതൃത്വം. JDU പിന്മാറിയാൽ നിലവിലെ നിയമസഭാ അംഗബലമനുസരിച്ച് മഹാസഖ്യത്തിന് കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ 8 MLA-മാരുടെ കുറവാണുള്ളത്. JDU MLA-മാരോട് അടിയന്തരമായി പട്നയിലെത്താൻ നിതീഷ് കുമാർ നിർദ്ദേശം നൽകി. RJDയുടെ ചാക്കിടൽ തടയാനുള്ള മുൻകരുതൽ നടപടിയാണിത്. ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിന് കേന്ദ്ര സർക്കാർ ഭാരതരത്നം പ്രഖ്യാപിച്ചത് BJP JDU സഖ്യം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ മുന്നോടിയാണെന്ന വിലയിരുത്തലുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ബീഹാർ അതിർത്തിയിൽ നൽകുന്ന സ്വീകരണത്തിൽ നിന്ന് നിതീഷ് കുമാർ വിട്ടുനിന്നേക്കും. രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിലയിരുത്താൻ RJD അധ്യക്ഷൻ ലാലു യാദവ്, വിശ്വസ്തരായ ഭോല യാദവ്, ശക്തി സിംഗ് യാദവ് എന്നിവരുമായി ചർച്ച നടത്തി. പാർട്ടി MLA-മാരും ലാലുവിനെ സന്ദർശിച്ചു. മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ വസതിയിൽ JDU മുൻ അധ്യക്ഷൻ ലലൻ സിംഗും മന്ത്രി വിജയ് കുമാർ ചൗധരിയും കൂടിക്കാഴ്ചയ്ക്കെത്തി. BJP സംസ്ഥാന അധ്യക്ഷൻ സമ്രാട് ചൗധരിയെയും കേന്ദ്രമന്ത്രി അശ്വിനി കുമാർ ചൗബയെയും പാർട്ടി കേന്ദ്ര നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. RJDയിലെ കുടുംബാധിപത്യത്തിനെതിരെ നിതീഷ് നടത്തിയ പരോക്ഷ വിമർശനത്തിന് RJD അധ്യക്ഷൻ ലാലു യാദവിൻ്റെ മകൾ രോഹിണി ആചാര്യ എക്സ് സമൂഹ മാധ്യമത്തിലൂടെ മറുപടി നൽകിയത് വിവാദമായി. സോഷ്യലിസ്റ്റ് ആചാര്യന്മാരെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ചിലർ കാറ്റിനനുസരിച്ച് ആദർശം മാറുന്നവരാണെന്നായിരുന്നു രോഹിണിയുടെ ഒളിയമ്പ്. പോസ്റ്റ് പിൻവലിച്ചെങ്കിലും നിതീഷിനെ അവഹേളിച്ചുവെന്ന ആക്ഷേപം ഉയർത്തിക്കാട്ടി BJPയും രംഗത്തെത്തിയിട്ടുണ്ട്.